സെക്യൂരിറ്റി ചേട്ടാ, ഇങ്ങ് വന്നേ. ഒരു മിനിറ്റ്. എന്തിനാ പോലീസ് വന്നത്? എന്താ? അല്ല, ആ ഓഫീസറെ ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് ചോദിച്ചതാ. ഇന്നലെ ലിന്റെ കൊച്ചു രവീന്ദ്ര സാറിനെ തടഞ്ഞു നിർത്തി ചീത്ത വിളിച്ചില്ലേ? അത് അന്വേഷിക്കാൻ വന്ന സിഐ. ഇനി ഓരോന്നുണ്ടാക്കി വെച്ചു. താങ്ക് യു ചേട്ടാ. സാർ, അത് പഴയ ഒരു കടത്തുകടവിലാണ് സാർ. സാർ, വണ്ടിയിൽ ആരുമില്ല സാർ. ഇല്ല, ഞങ്ങൾ നോക്കി സാർ. സാർ സാർ ഓവർ. ഇതെങ്ങനെയാണോ അൻവറെ കാർ ഇവിടെ ചാടുന്നത്? പബ്ലിക് റോഡ് കുറച്ച് അകലെയല്ലേ? സാർ, ചൂണ്ടക്കാരാണ് ആദ്യം നമ്മൾ അറിയിച്ചത്. ഈ ക്രെയിൻ കിട്ടാൻ അല്പം വൈകി. ഈ പരിസരത്ത് ആർക്കും ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. പിന്നെ സാർ, ഇതൊരു പഴയ ഫെറി സർവീസ് ആണ് സാർ. അങ്ങോട്ട് ഫെറി സർവീസ്? ഇതൊരു ആക്സിഡന്റ് ആയിരിക്കും സാർ. ആ, നോക്കാം. താൻ എന്തായാലും എന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്യും. ഹരി, ഫോട്ടോ ഇവിടുന്ന് എടുക്കും. വിവേകിന്റെ അമ്മ? അതെ. എന്താ സാർ? വിവേകില്ലേ ഇവിടെ? ഒന്ന് വിളിച്ചേ. മോനെ, ഈ KL7B3016 തന്റെ കാറല്ലേ? അതെ. തന്റെ കാർ ഇപ്പൊ എവിടെയുണ്ട്? അത് എടോ, പുഴയിൽ നിന്ന് ആ കാറ് ഞങ്ങൾക്ക് കിട്ടി. എന്താ പോലീസ് അത് കണ്ടുപിടിക്കില്ല എന്താ വിചാരിച്ചോ? അതെ, കാര്യം മനസ്സിലായല്ലോ. ഇനി എന്താ ഉണ്ടായെന്ന് വേഗം പറഞ്ഞേ. സാർ, എനിക്കൊന്നും അറിയില്ല. എൻ്റെ കാർ മോഷണം പോയതാണ്. എപ്പോ? എവിടെ വെച്ച്? കോളേജിൽ നിന്ന് നേരെ വന്ന് പോർച്ചിലിട്ടതാണ്. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കാണാനില്ല. ഞാനത് പോലീസ് സ്റ്റേഷൻ ഇൻഫോം ചെയ്തിരുന്നു അന്ന് തന്നെ. ഏത് പോലീസ് സ്റ്റേഷനിൽ? ഇവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനില്ല, സൗത്ത് സ്റ്റേഷൻ. എൽദോ, സാറാണെന്ന് വിളിച്ചു വെച്ച്. എത്ര മണിക്ക് ഇൻഫോം ചെയ്തു? വെളുപ്പിന് ഒരു 3 മണിയായി. അപ്പോ താൻ കാലത്ത് ഉറക്കമെണീറ്റപ്പോഴാണ് കാണണ്ടായെന്ന് പറഞ്ഞത്? അല്ല സാർ, ഞാൻ വെളുപ്പിന് ടോയ്ലറ്റിൽ പോകുന്ന നേരത്ത് നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പോ ഇത് ആരുടെ കാറാ? അത് തന്റെ അല്ലേ? അതെ, ഞാനിപ്പോൾ വാങ്ങിയതാണ് സാർ. റെഡി ക്യാഷ്? താനിങ് വന്നേ. ഉപയോഗിച്ചിരുന്ന കാർ മോഷണം പോയി എന്ന് താൻ കരുതുന്നു. ശരിയായിരിക്കാം. പരാതിയും നൽകി. എന്തായാലോ? കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് സാർ. അതിനൊരു റിസൾട്ട് ഉണ്ടാവുന്നതിന് മുമ്പ് റെഡി ക്യാഷ് കൊടുത്ത് ഇതുപോലൊരു പുതിയ മോഡൽ കാർ വാങ്ങുകയും ചെയ്തു. വെരി ഗുഡ്. എന്തായാലും നമുക്കൊന്ന് സംസാരിക്കാം. താൻ വാ. സാബു, എനിക്കൊന്നും അറിയില്ല സാർ. പറയുന്നത് കേട്ടടാ. ജീപ്പ് കേറടാ. ഡാമേജ്. ആവശ്യത്തിന് ആരെയും കിട്ടില്ല. ഞാൻ അഡ്വക്കേറ്റ് അങ്കിളിനെ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 1 ആയി. ഇറ്റ്സ് സ്വിച്ച്ഡ് ഓഫ്. ഇനി അവൻ എന്തൊക്കെയാണാവോ അവിടെ വിളമ്പാൻ പോകുന്നത്. ഇവളെ പോലെ അവനും ഒരു വട്ടി കേസാ. മൈൻഡ് യുവർ വേർഡ്സ്. തമാശ പറയാനുള്ള സമയമല്ല ഇത്. Then why shouldn't we call the police station? എന്നിട്ട് എന്തിനാ അവനെ പോലെ നമ്മളും കൂടി അകത്താകാനോ? Don't be that brutal. അവനെ മാത്രം കൊലയ്ക്ക് കൊടുക്കല്ലേ. അവൻ ഈ ആക്സിഡന്റ് കാര്യം പോലീസിൽ തുറന്നു പറഞ്ഞിരിക്കട്ടെ. What will be the punishment? അവർക്ക് നമ്മളെ എന്ത് ചെയ്യാൻ പറ്റുന്ന? Hey look, വിവേക് വന്നു. വിവേക്, See, this is the limit. നിങ്ങളൊക്കെ ചെയ്ത തെറ്റിന് അവരെന്നെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി. അറിയോ? എന്തൊക്കെയായിരുന്നു കംപ്ലൈന്റ്സ്. ഭാഗ്യത്തിന് എനിക്കൊന്ന് കാറ് കളവ് പോയിന്ന് കംപ്ലൈന്റ് ചെയ്യാൻ തോന്നിയതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റി. ഞാൻ ഇത് എന്റെ ഡാഡിയോടും മമ്മിയോടും എന്ത് റീസൺ പറയും? See, I can't suffer this anymore. ഞാൻ സത്യം തുറന്നു പറയാൻ പോവാ. എനിക്കിങ്ങനെ ആക്ട് ചെയ്ത് ജീവിക്കാൻ വയ്യ. നന്നായിട്ട് ഉറങ്ങണം. ജയിലെങ്കിൽ ജയിൽ. അതെ, ജയിലിനെ പറ്റി പറഞ്ഞ നീ ഞങ്ങളെ പേടിപ്പിക്കണ്ട. യെസ്, ഐ നോ. നിങ്ങൾക്കിതൊന്നും പുത്തരിയല്ലോ. നിങ്ങൾക്ക് ഒന്നിനും ഒരു പുതുമയില്ല. നിന്റെ ഈ ടെൻഷനും പോലീസ് സ്റ്റേഷൻ കയറിയതിനൊക്കെ നീ ഒരു വിലയിട്ടോ. ഇനി ഞാൻ തരാം. നീ എനിക്ക് വിലയിടാറിയോ? നിനക്ക് ഞാനൊരു വിലയിടാടി. What you are going to do, man? Come on, hit me. നിന്റെ കൈയുണ്ടാവില്ല. എന്താ നിനക്ക് ഇത്ര ചൊടിക്കാൻ? നീ പറഞ്ഞ മുഴുവൻ തുകയും തന്നില്ലേ നിന്റെ പാട്ടുകാരന് as a single payment? This is too much, okay? നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിവേകിനെ ഇൻസൾട്ടിംഗ് ആണോ? നീ സൂക്ഷിച്ചോ, ഇവൻ നിന്റെ ലൈഫ് സ്പോയിൽ ചെയ്യും. വിവേക് വാ പോവാം. നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ നിന്റെ ഫ്രണ്ട്സിനെ കുറിച്ച്. ഇവരെ കുറിച്ച് പറയുമ്പോൾ നിനക്ക് 1000 നാവായിരുന്നല്ലോ. വിവേക്, നീ ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കണ്ട. ലിൻഡ, ആളുകൾ ശ്രദ്ധിക്കുന്നു. ദിസ് ഇസ് നോട്ട് എ ബാർ. ഇങ്ങനെ തല്ലുകൂടാൻ. ദിസ് ഇസ് ജസ്റ്റ് എ കോഫി ഷോപ്പ്. സ്റ്റുപ്പിഡ്.
വിവേക്, ലീവ് ഇറ്റ്. നിനക്കൊരു പോറൽ പോലും വരാതെ ഞാൻ നോക്കിക്കോളാം. That stupid CI is nothing in front of my advocate uncle. Please, you can believe me. Okay? സോറി ലിൻഡ, സോറി. സോറിടാ, അപ്പത്തെ ഒരു മൂഡിന് ഞാൻ സോറി. എന്താണ് സോറി? നീ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് സോറി പറയുന്നേ. എന്നോട് ഇനി ആരും സംസാരിക്കണ്ട. ജസ്റ്റ് ലീവ് മീ അലോൺ. ലിൻഡ, നീ എന്തൊക്കെയായി കാണിക്കുന്നേ? Are you mad? Yes, I am mad. എനിക്ക് ഭ്രാന്താ. നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ഒരു ഭ്രാന്തിയാക്കി. എനിക്ക് മനസ്സിലായി, ഞാനും വിവേക് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല അല്ലേ? ലിൻഡ, എനിക്കറിയാം. ഇവളാരാ? റിസർവ് ബാങ്ക് ഗവർണറോ? എന്ത് പറഞ്ഞാലും ഒരു പണത്തിന്റെ കൊഴുപ്പ്. ഏയ് ലിൻഡ, കൂൾ ഡൗൺ യാ. നീ എന്തിനാ വെറുതെ? നിന്റെ സിമ്പതിയൊന്നും എനിക്ക് വേണ്ട. നിങ്ങളൊന്നും വിചാരിച്ച നീ and Vivek will never separate. നിങ്ങളുടെ കൂടെ നിന്റെ റൂമിൽ ഇനി ഞാനില്ല. പ്ലീസ് എന്നെ വിട്ടേക്ക്. നിങ്ങൾക്കൊരു ശല്യമാകാൻ ഞാനിനി ഒരിക്കലും ഈ റൂമിലേക്കില്ല. No more part of this room. No, no ആതിര, വേണ്ട. അവളെ തടയണ്ട. അവള് പൊയ്ക്കോട്ടെ. ഹലോ വിവേക്.